ഷപ്ന ഷപ്ന ടെലിഫോൺ ലൈനിലുണ്ട്, സൂമിലാണ്. ഷപ്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എവിടെയാ പഹൽഗാമിന് അടുത്താണോ ഉള്ളത്? അതെ, അതിന്റെ അടുത്തൊരു ഒരു 4 കിലോമീറ്റർ അത്രയില്ല, അതിലും കുറവാണ് ഞങ്ങളുടെ ക്യാമ്പ് ഇരിക്കുന്നത്. ആ, ഷപ്നയുടെ നമ്മൾ ഈ ഷപ്ന വണ്ടിയിൽ യാത്രയാണല്ലേ? അതെ അതെ, അല്ല വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നടക്കാൻ മടിച്ചിട്ട് ഇതിൽ കയറിയെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ CRPF ഉദ്യോഗസ്ഥ കൂടിയാണ് ഷപ്ന അല്ലേ? അല്ല അല്ല, എന്റെ അങ്കിളാണ്. ശരി ശരി ശരി. അവിടെ എന്താ സാഹചര്യം, എന്താ ഷപ്ന? നോർമലാണ്. ടൂറിസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഇവിടുന്ന് പോയിട്ടുണ്ട്. പേടികൊണ്ടായിരിക്കാം. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത് എന്താ പറയാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവരെ ലൈഫിൽ ഇത് എന്താ പറയുക, ഒരു യൂഷ്വൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഷപ്ന യാത്ര ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ ഇൻസിഡന്റ് നടന്നതിന്റെ ഒരു 600-700 മീറ്റർ ഇപ്പുറമാണ്. പഹൽഗാം തന്നെയാണല്ലേ? അതെ അതെ അതെ. ഇവിടെ എന്താ സാധാരണ ഈ ഒരുപാട് വണ്ടികൾ വാഹനങ്ങളൊക്കെ കാണാം, ടൂറിസ്റ്റുകളൊക്കെ വന്ന വാഹനമാണോ അതൊക്കെ, അതോ ഫോഴ്സിന്റേതാണ്? ഫോഴ്സ് ഉണ്ട്. അപ്പൊ കാറുകളും ഒക്കെ ധാരാളം കാണുന്നുണ്ട് ആ യാത്രയിൽ. അത് എന്താണ്, വന്ന ടൂറിസ്റ്റുകള് വേറെ വണ്ടികളിൽ ട്രാവലറിലൊക്കെ ആയിട്ട് ഇന്നലെ ഒത്തിരി മടങ്ങി പോയിട്ടുണ്ട്, ഇന്നും പോയിട്ടുണ്ട്. രണ്ട് ചെറിയ റോഡാണുള്ളത്. അതില് ഒന്ന് ലോക്കൽ ആയിട്ടുള്ളതും ഒന്ന് കോമൺ ആയിട്ടുള്ളതാണ്. അതിൽ ഒരെണ്ണം സെക്യൂരിറ്റി റീസണിന്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പലരുടെയും വെഹിക്കിൾ ഇവിടെ കിടപ്പുണ്ട്. അവര് പോയത് എനിക്ക് തോന്നുന്നു ട്രാവലറിലും മറ്റുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു വരവ് ഉണ്ടായിരുന്നു അങ്ങോട്ടല്ലേ? തീർച്ചയായിട്ടും ഇത്തവണ സീസണ് അല്പം ബിഫോർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പീക്ക് സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. പലതും നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ പഹൽഗാം പോലുള്ള വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ റോപ്പ് വേയും മറ്റുമൊക്കെ ആയിട്ടുള്ളതൊക്കെ ടിക്കറ്റ് ഒക്കെ ബ്ലോക്ക്ഡ് ആണ് അടുത്ത 1-1.5 മാസത്തിന്. ഗണ്ടോള എന്ന് പറയും. അവിടെ എവിടെയും കിട്ടാനില്ല. അപ്പോ പക്ഷെ ഇനിയിപ്പോ അവരൊക്കെ യാത്ര റദ്ദാക്കി പലരും മടങ്ങുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാത്രമേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളൂ. സ്വാഭാവികമായിട്ടും പേടി ഉണ്ടാവുമല്ലോ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ. പക്ഷെ ഇവിടുത്തെ ജനതയ്ക്ക് അവര് വർഷങ്ങളായിട്ട് അവര് ജനിച്ചു വളർന്ന കാലം തൊട്ട് കാണുന്നതാണത്. അങ്ങനെ ഒരു ഞാനൊരു 2015 തൊട്ടിട്ട് ഞാനെല്ലാം ഒരു 3-4 മന്തിൽ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. സഹോദരന്റെ കൂടെ അല്ലേ? അല്ല, അങ്കിളാണ്. പുള്ളിക്ക് ഓപ്പറേഷന്റെ ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ സ്ക്വാഡിന്. അങ്കിൾ ഇപ്പം എവിടെയാ, ഡ്യൂട്ടിയിലാണോ? അതെ അതെ, ഇന്നലെ പോയതാ. അദ്ദേഹത്തെ സംസാരിച്ചിരുന്നോ ഷപ്ന? സംസാരിച്ചിരുന്നു രാവിലെ. അവര് ഹയർ ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്, മിനിസ്റ്റർ ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ തിരക്കിലാണ്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഒഫീഷ്യലി ഉള്ള കോൺഫറൻസും മറ്റും നടക്കുന്നതല്ലേ. അങ്കിളും കുടുംബവും എല്ലാം അവിടെ സെറ്റിൽഡ് ആണോ? അതെ അതെ, വൈഫും ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരി. ശരി. ഈ നാട്ടിൽ എവിടെയാണ് ഷപ്ന? കോഴിക്കോടാണ്. അപ്പൊ ഈ പ്രദേശം 2015 മുതലെങ്കിലും ഷപ്നയ്ക്ക് പരിചയമുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും. ഞാൻ ബൈ റോഡാണ് വന്നിട്ടുള്ളത്. കാരണം എന്റെ കൂടെ എപ്പോഴും പെറ്റ് ഉണ്ടാവും, ഡോഗോ ക്യാറ്റോ ഉണ്ടാവും. അപ്പൊ അത് കാരണം ഏറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ബൈ റോഡ് കാറിനാണ് വന്നിട്ടുള്ളത്, നാട്ടിൽ നിന്ന്. അതെ അതെ അതെ. അത് ശരി. അപ്പോൾ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവിടെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു 1.5-2 വർഷം മുൻപ് ഇതേപോലെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു XMLA വീട്ടിൽ നിന്ന് ആൾക്കാർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് പോയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ പുറത്ത് റിവീൽ ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവില്ലല്ലോ. അത് അവരുടേതായ പേഴ്സണലി ഉള്ള സീക്രട്ട് അല്ലേ, ഒഫീഷ്യൽ സീക്രട്ട് അല്ല, അവരത് പുറത്ത് പറയത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഓർമ്മയിൽ ഇതിന്റെ മുൻപ് ഉണ്ടായിട്ടുള്ളത് ശ്രീനഗറിന് കുറച്ചകലെയുള്ള ഇതേപോലത്തെ ഒരു ക്യാമ്പിലാണ്. രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഒരു അറ്റാക്ക് ഉണ്ടായത്. പക്ഷെ അത് 2 പേരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജവാന്മാരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾ മുന്നേ. അടുത്ത കാലത്തൊന്നും ടൂറിസ്റ്റുകൾക്ക് നേരെയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്താ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് എന്താണ്? കരുതക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സംഗതി എന്ന് തന്നെയാണ് അല്ലെ? പർപ്പസ്ഫുള്ളി ഉണ്ടായ കാര്യം തന്നെയാണ് പറയുന്നത്. ഏറ്റവും വിഷമകരം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിക്കാനാണ് ഓരോ ഫോഴ്സും നോക്കുക. ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്,
കാരണം ഫോഴ്സിന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഈ ലോക്കൽസിനെ ഇവർ ക്യാമ്പിലേക്ക് എൻ്റർ ചെയ്ത് കണ്ട് മെഡിസിനും കാര്യങ്ങളും കൊടുത്ത് ഡോക്ടർ സൗജന്യമായിട്ട് ട്രീറ്റ് ചെയ്യണമൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ ഇവരെ വിശ്വസിച്ചുകൊണ്ട് എന്തിനാ ഉള്ളിൽ കയറ്റുന്നതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളെ കുറെ കൂടി നമ്മളോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതിന് കുറെ മാറ്റങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവരെ കൂട്ടത്തിൽ തന്നെ ഇതേപോലത്തെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്കത് എന്താണ്, അത് പലർക്കും അറിയുന്ന ഒരു സത്യമാണ്. ഫോഴ്സിലിരിക്കുന്ന പലർക്കും അറിയുന്ന ഏതെങ്കിലും ഒരു വീട്ടില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടാവും. ഒരു ഫോട്ടോസ് എനിക്ക് പുറത്തു വിടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായി. ഇവിടുത്തെ ശരിക്കും ഓഫീസേഴ്സിന്റെ ഒക്കെ റൂമിൽ ഒരു ചുമരിൽ നിറയെ ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോകൾ വരുന്ന മുഴുവനും 16, 18, 20, ഒരു 25 വയസ്സിന് താഴെയുള്ള പയ്യന്മാരാണ് ഇത് വരുന്നത്. ഇത് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ കാണാം ആ ഫോട്ടോന്റെ മുകളിൽ ചുവന്ന മാർക്കിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവരാണ് ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽസിന്റെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് എന്താ പറയാ ഇത് നടക്കുന്നത്. അല്ലാതെ കാറ്റുന്നോ മലയെന്നോ ഒന്നും കയറി വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വരുന്ന ഒന്നുമല്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. അതായത് സമാധാനം, കൂടുതൽ ജനങ്ങളും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷെ ഇത്തരത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ എല്ലാ വീടുകളിലും ഒരു ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കിയൊരു, നമ്മളെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇന്ന് കുടിലായിട്ടിരിക്കുന്ന വീട് നാളെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കാണുന്നത്. അവർക്ക് അതൊരു എന്താ പറയുക, ഒരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു വിഷയമായിട്ടോ ഒന്നും ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എത്ര നമ്മൾ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഉള്ളില് ഇവർ വേറൊരു ഇത് എന്നുള്ള എന്താണ് ജാതിയോ മതമോ അല്ലെങ്കിൽ വേറൊരു നാഷണൽ എന്നുള്ള ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഉള്ളിലേക്ക് അത് കയറ്റി വിടാനും ഉള്ള ശക്തികൾ ഉണ്ടെന്നേ, പുറത്ത് അവരുടെ ഒരു സ്വാധീനവും കാണും. തീർച്ചയായിട്ടും ഇവിടെ ഒരു 100 വീടുണ്ടെങ്കിൽ ആ 100 വീട്ടിൽ ഒരു പകുതി വീട്ടിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ നടക്കുമോ? അതെ, ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഒരു പക്ഷെ ഈ ചെയ്തവന് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാടോ മല കയറി പോയി എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റൂല. ഇവിടെ ഏതെങ്കിലും ബന്ധമുള്ള ഇവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവരെ ഫാമിലി തന്നെ ഉണ്ടാവും, അല്ലെ റിലേറ്റീവ്സ് ഉണ്ടാവും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല ഇങ്ങനെയാണ് ഇവര് വന്നത് പോയത്. ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ സേന അവരെ പിടിക്കും, സംശയമില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ മുന്നേ, ഒരു 3-4 മാസം മുന്നേ ഇവിടെ വന്ന സമയത്ത് മെയിൻ ഗേറ്റിൽ സെൻട്രി പാറാവ് നിൽക്കും. കുറച്ച് പേരുണ്ടാവും വലിയ ക്യാമ്പൊക്കെ ആവുമ്പോ. അപ്പൊ അതിലൊരു ഒരു SIയുടെ വെപ്പണ് ബൈക്കിൽ വന്ന കൊച്ചു പയ്യൻ പിടിച്ചു വലിക്കാൻ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് ഉണ്ടായി. അയാൾ പ്രാണരക്ഷാർത്ഥം വെടിവെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇന്നും അതിന്റെ പേരിൽ അയാൾ കിടന്ന് ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ എന്താ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വെപ്പൺസ് പിടിച്ചു മേടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ പൊതുവെ ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നു, വലിയൊരു വിഭാഗം ജനങ്ങളും അതിനായി ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയിലും ചില ആളുകൾ, ഷപ്ന പറയുന്നതനുസരിച്ച് വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ അനുഭവം കൊണ്ട് ഷപ്ന സുലൈമാൻ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. കാരണം ആ ഇടയിലുള്ള 1, 2, 3 ആളുകൾ, അല്ലെ ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞതുപോലെ പെട്ട കുടുംബത്തിൽ ചില ആളുകളെങ്കിലും അത്തരത്തിൽ. ഇപ്പൊ എവിടെ എത്തി ഷപ്ന? ആ പ്രദേശത്തോട് തന്നെ വണ്ടി ഓടിക്കാണല്ലേ? അതെ, ആ എക്സാക്ട് ലൊക്കേഷനിൽ ഒരു 200 മീറ്റർ ഇപ്പുറം അതിലൂടെ പോകാൻ വഴിയുള്ളൂ. കാരണം ഈ സ്ഥലം കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിലൂടെയാണ് ക്യാമ്പിന്ന് അതിന്റെ മുന്നിലൂടെയാണ് ശ്രീനഗറിന് പോകാൻ വഴിയുള്ളൂ. വേറെ വഴികളില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നോർമലി ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ജീവിതം തന്നെയാണ്. അല്ലാതെ പുറത്തൊന്നും ഷോപ്പ് ക്ലോസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കൂടുതലും അല്ലേ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹാർവെസ്റ്റിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്താണ് നമ്മുടെ ആപ്പിള്, വാൽനട്ട്, ബദാം, ഇതിന്റെ ഒക്കെ സഫ്രോൺ, കുങ്കുമത്തിന്റെ ഒക്കെ ഒരു ഹാർവെസ്റ്റിങ്ങിന്റെ ടൈം വരുന്നത്. ഇവരെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് അമർനാഥ് തീർത്ഥാടനം. അമർനാഥിലേക്ക് എൻട്രി ചെയ്യാനുള്ള രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് ഈ പെഹൽഗാം വഴിയും ഒന്ന് സോനാമാർഗ് വഴിയുള്ള 2 എണ്ണമാണ് ഉള്ളത്. അത് നമുക്ക് നടന്നിട്ട് പോവാം, കുതിരപ്പുറത്ത് പോവാം, ചോപ്പർ സർവീസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും പോവാം.
ഇന്നലെ ആരോ പറയുന്നത് കേട്ടു ഇങ്ങോട്ടേക്ക് കുതിരപ്പുറത്തല്ലാതെ വരാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വെഹിക്കിൾ എൻ്റർ ചെയ്യുന്ന വഴികൾ തന്നെയാണ്. ചില വഴികൾ കുറച്ച് കൺജസ്റ്റഡ് ആണെന്നത് മാത്രം. ശരി, പോയ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രാസ് ലാൻഡ് ആണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും. ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. അതാണ് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. പഹൽഗാമിൽ നിന്ന് തത്സമയം ദൃശ്യങ്ങൾ കാണുകയാണ്. ഷബ്ന സുലൈമാനാണ് അവിടെ നിന്ന് ചേരുന്നത്. ഷബ്ന, പ്രദേശത്തിന് 200 മീറ്റർ, ഈ സംഭവം നടന്ന സ്ഥലത്തിന് 200 മീറ്റർ മാത്രം. മനോഹരമായ സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ ഒരുപാടായി അങ്ങോട്ടേക്ക് എത്തുന്നത്, അല്ലേ ഷബ്ന? തീർച്ചയായിട്ടും വേറെ ആക്ടിവിറ്റികൾ ഒന്നുമില്ല. ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജസ്റ്റ് അരുവിയാണ് ഒരു ഒഴുകുന്നത്. അതിപ്പോ ഇനി മഞ്ഞ് ഉരുക്കി തുടങ്ങിയത് കൊണ്ട് ഇതിന്റെ ഫ്ലോ ഇനി ദിവസം കഴിയുന്തോറും കൂടും. ഇവിടെ നോർമലി ഇൻസിഡന്റ് ഉണ്ടായ ഏരിയ ആയതുകൊണ്ടാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും, ഇൻസിഡന്റ് ഉണ്ടായ ഏരിയ ആയതുകൊണ്ട് ഇവിടുന്ന് സെക്യൂരിറ്റി റീസണിന്റെ ഭാഗമായിട്ട് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ വ്യക്തമായി തന്നെ ഷബ്ന അവിടെ നൽകുന്ന ദൃശ്യങ്ങളാണ് അത്. വളരെ മനോഹരമായ ഒരു പ്രദേശം, നല്ല റോഡുകൾ, സമാധാനപൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെയാണ് കുറച്ച് ആളുകളുടെ മാത്രം പ്രവർത്തികൾ കൊണ്ട് സമാധാനത്തിന് ഭംഗം വരികയും ടൂറിസമൊക്കെ വളരെ ഡെവലപ്ഡായി വരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. എല്ലാവരും ഈ കശ്മീരിൽ ജമ്മുവിൽ വരുന്ന ആളുകളൊക്കെ പഹൽഗാമിലെത്താതെ മടങ്ങില്ല. കാരണം അത്രത്തോളം സ്വച്ഛസുന്ദരമായ ശാന്തമായ സ്ഥലം, ഇന്ന് മനോഹരമായ സ്ഥലമെന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പഹൽഗാം എന്നത്. വളരെ പ്രധാനപ്പെട്ട മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണത്? നല്ല കാലാവസ്ഥ അങ്ങനെയുള്ള ഒരു പ്രദേശമാണോ? എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥയാണ്. ഒരു 2 ഡേയ്സ് മുൻപ് മഴയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ഇപ്പൊ ഇന്നൊക്കെ നോർമലാണ്, തണുപ്പുണ്ട്, എന്നാ വെയിലുണ്ട്. തണുപ്പുണ്ട്. വലിയ തണുപ്പ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണല്ലേ? വലിയ തണുപ്പുണ്ടാകുന്ന സമയം കൊണ്ടും ഉണ്ട്. അത് വലിയ തണുപ്പ് കൂടുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ അമർനാഥ് തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഈ വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. ജൂൺ ജൂലൈയിലൊക്കെ ആയിരിക്കും. അതെ. ചില സമയം